ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയുടെ വീട്ടിൽ കിടന്നിട്ട് സച്ചി നല്ല ഉറക്കം ഉറങ്ങുകയാണ്. അപ്പം രേവതിയാണ് ആ ഒരു ഹാളിൽ കിടക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗജാനന്ദനും ടീമും ഒക്കെ അടുക്കള വാതിലൊക്കെ തുറന്ന് അകത്ത് കിടന്നുകൂടി. എന്നിട്ടാണെങ്കിലും രേവതി അവിടെ പുതച്ചു മൂടി കിടക്കുകയാണ്. ഇന്ന് കൂടി നീ സുഖമായിട്ട് ഉറങ്ങിക്കോ, നാളെ മുതൽ നീ എൻ്റെ അടിമയാണ് എന്നുള്ള രീതിയിലൊക്കെ ഗജാനന്ദൻ വലിയ വീമ്പ് പറയുകയാണ്. അങ്ങനെ അവളെ അവിടുന്ന് തൂക്കിയെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗജാനന്ദൻ്റെ നെഞ്ചു നോക്കി സച്ചി നല്ലൊരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്തു. ഈ സമയത്താണെങ്കിലോ ശരിക്ക് വരണ്ട് നമ്മുടെ സച്ചിയുടെ ചവിട്ട് കൊണ്ട് പേടിച്ച് വറച്ച് നിൽക്കുകയാണ് ഗജാനന്ദൻ. അല്ലടാ ഇവനല്ലടാ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞത്, എന്നിട്ട് ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഗജുവിൻ്റെ സ്വന്തം ഗുണ്ടകളെ നോക്കുമ്പോഴത്തേക്കിനും അവന്മാർ പറഞ്ഞു, എൻ്റെ പൊന്നണ്ണ ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവൻ ഇവിടുന്ന് പോയതായിരുന്നു, പക്ഷേ എങ്ങനെ ഇവിടെ കയറി കൂടിയെന്നൊന്നും അറിയത്തില്ല. എടാ നീയൊക്കെ ഇവിടെ വരുമെന്നും ഇതുപോലെയുള്ള തറ വേലയൊക്കെ കാണിക്കുമെന്നും നല്ലതുപോലെ തന്നെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പോവാതെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിൽ നമ്മുടെ ഗജാനന്ദനെ എടുത്ത് കുടയാൻ തുടങ്ങി. അങ്ങനെ അടിയും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പുറത്ത് നമ്മുടെ രേവതിയും അമ്മയും അതുപോലെ ദേവും ഒക്കെ നല്ല ഉറക്കത്തിലാണ്. ഇവർ ഈ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. അന്നേരം കാണുന്ന കാഴ്ച സച്ചി നമ്മുടെ ഗജാനന്ദനെ എടുത്ത് അമ്മാനം ആടുന്നൊരു കാഴ്ച. ഇത് കണ്ടതും രേവതി പറഞ്ഞു, സച്ചിയേട്ടാ നിങ്ങൾ അയാളെ വിട്, അതേ അയാൾക്ക് വല്ലതും പറ്റും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഗജാനന്ദൻ്റെ പിടി വിടാതെ, നീ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാനുള്ള അത്രയും ധൈര്യം കാണിച്ചല്ലേ, നിനക്ക് ഇനി ഈ കൈ വേണ്ടടാന്നും പറഞ്ഞിട്ട് അവൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിക്കുകയാണ്. ഗജാനന്ദനാണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞു, ഒരു രക്ഷയില്ല. അവസാനം അവൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയൊക്കെ ഇടപെട്ടിട്ട് ഗജാനന്ദനെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രേവതി പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, സച്ചേട്ടൻ ഇന്ന് ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. ഗജാനന്ദനെ കഥകൊക്കെ തുറന്നിട്ടാണ് വന്നിരിക്കുന്നത്, അയാൾ എന്നെ തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് രേവതി നമ്മുടെ ലക്ഷ്മി അമ്മയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. സച്ചിയാണെങ്കിലും രേവതിയോട് പറഞ്ഞു, നീ എന്തായാലും പേടിക്കണ്ട, ഈ ഒരു രാത്രി കൂടി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഞാൻ പോകുമ്പം എന്നോടൊപ്പം വന്നോണം. ഇനി ഇവിടെ നിന്നാൽ നിന്നെ ഇങ്ങനെ നിർത്തിയിട്ട് പോയാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സച്ചി രേവതിയെ കൂട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും സച്ചി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓ എന്തേലും ആയിക്കോട്ടെ, രാവിലെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും സച്ചി നമ്മുടെ രേവതിയോട് പറഞ്ഞു, അതേ നീ എന്തിനിങ്ങനെ നാണിച്ച് നിൽക്കുന്നത്, ഇത് നമ്മുടെ വീടല്ലേ, ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ പിന്നാലെ നമ്മുടെ രേവതി വരുന്ന കാഴ്ച കണ്ടതും ചന്ദ്രമതിയുടെ കിളികളൊക്കെ ഇങ്ങനെ പറക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ, അല്ല ഇവളെന്താ ഇവിടെ, അതിന് 1 മാസം ആയില്ലല്ലോ ഇവള് പോയിട്ട്, നീ ഇന്നലെ അല്ലേടി നിൻ്റെ വീട്ടിലേക്ക് പോയത്, എന്നിട്ട് ഇപ്പതാ എന്താ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ചന്ദ്ര ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. ഞാൻ നിൽക്കേണ്ടടുത്ത് തന്നെ എൻ്റെ ഭാര്യ നിൽക്കട്ടെ, പിന്നെ ഇവിടെ ശ്രുതിക്കും ഒന്നും ഇല്ലാത്തൊരാടി ഞങ്ങൾക്കും വേണ്ടാന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് റൂമിലേക്ക് പോവാണ്. അങ്ങനെ വലിയ സന്തോഷത്തിൽ നമ്മുടെ രേവതി വീട്ടിലേക്ക് കയറി വരിക. അപ്പം ഈ സമയത്താണെങ്കിലോ രവി പറഞ്ഞു, അതെ ചന്ദ്രേ നീ ഒന്ന് ഒതുങ്ങ്, അവരിവിടെ അല്ലേ നിൽക്കേണ്ടത്, ശ്രുതിക്കും ഒന്നും ഇല്ലാത്ത എന്താടിമാസമാണ് സച്ചിക്കും രേവതിക്കും മാത്രമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മര്യാദക്ക് ഇവിടുത്തെ കാര്യങ്ങളും നോക്കി നിൽക്ക്, മക്കൾ രണ്ടുപേരും സ്വരുമിച്ച് കഴിയുന്നത് തന്നെയല്ലേ ഏതൊരമ്മയ്ക്കും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രവി ഇങ്ങനെ ചന്ദ്രയോട് സംസാരിക്കുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ താൻ ഇത്ര കണ്ട് മനക്കോട്ടയൊക്കെ കെട്ടി രേവതിയും സച്ചിയും തമ്മിൽ അകറ്റിയിട്ട് ശ്രുതിക്കും ഒന്നിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിലാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി വലിയ വിഷമത്തിലായി. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ്. അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ ഇപ്പം വയ്യാണ്ടൊക്കെ ഇരിക്കുക. ആശുപത്രിയിലേക്ക് ചെന്നതും അവിടെ വെച്ചും പുള്ളിക്കാരിക്ക് ഒരു ബോധക്ഷയമൊക്കെ ഉണ്ടായി. അങ്ങനെ ശ്രുതിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആശുപത്രിയിൽ ഇരുന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. എങ്ങനെയുണ്ട് ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ MRI ചെയ്യേണ്ടി വരും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു തലചുറ്റൽ അതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. നിങ്ങളുടെ അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല, സമയത്തിന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ
വേണ്ടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനും. അത് എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ എൻ്റെ കൂടെ കൊണ്ടുപോയി നിർത്തി നോക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ശ്രുതി തട്ടാമുട്ടിയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിമലാമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത്, വീട്ടു സാധനങ്ങളാണ്, ദേ സച്ചി ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഹാളിൽ വെക്കുമ്പോഴത്തേക്കിനും സച്ചി നമ്മുടെ രേവതിയോട് പറഞ്ഞു, അതെ രേവതി, ഇതൊക്കെ കൊണ്ടുപോയി അകത്തേക്ക് വെക്കൂ കേട്ടോ. പിന്നെ എത്ര രൂപയായെന്ന് ചോദിക്കുമ്പോഴാണ് സച്ചിയുടെ കണ്ണ് തള്ളുന്നത്. 10,000 രൂപ. ഈശ്വര, 10,000 രൂപയോ? ഇതെങ്ങനെ ഇത്രയും സാധനങ്ങളൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. രേവതി, നീ അത് എടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞു. അതെ, അതിലെന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും രേവതി ആ ഒരു പാക്കൊക്കെ പൊട്ടിച്ചു. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കുമല്ലോ ഓർഡർ ചെയ്തത്. അതിനിപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കിള്ളി പരിശോധിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല രേവതി, നീ അതുകൊണ്ട് അകത്ത് വയ്ക്കുന്ന ചന്ദ്ര ഓർഡർ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, അതങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇവിടെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് തയ്യാറാക്കി രേവതി തന്നതും പ്രകാരമാണ് ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ ഇത്രയും ബില്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. നിന്നോടാണ് ഞാൻ പറഞ്ഞത് മര്യാദക്ക് ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുമെന്നും പറഞ്ഞിട്ട് സച്ചി ആ ഓരോ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെക്കുകയാണ്. ഈ സമയമാണെങ്കിലോ അതിനകത്ത് നിന്നും 1 കിലോ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ കുറേ കോസ്മെറ്റിക് ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങൾ, ഒലീവ് ഓയിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണും. സച്ചി ചോദിച്ചു, അല്ല ഇതെന്താണ്? ഇതൊക്കെ എന്തോ പാർലറിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ. ഈ ഒലീവ് ഓയിലൊക്കെ രേവതി നീ തേക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പം, എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അമ്മ വെളിച്ചെണ്ണ തന്നു വിട്ടു. ഞാൻ അതൊക്കെ എൻ്റെ തലയിൽ തേക്കുന്നത്, അല്ലാതെ ഇതുമാതിരിയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി ആ വീട്ടിലേക്ക് കയറി വരുന്നത്. ശ്രുതി വന്നതും അവളെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ പ്രോഡക്റ്റുകളൊക്കെ എടുത്തു വെച്ച് സച്ചി വില പേശുന്ന ആ ഒരു കാഴ്ചയാണ്. ഇത് കണ്ടതും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, അതെ, അത് മുഴുവനും ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയുടെ സാധനങ്ങളൊക്കെയാണത്. അതെന്തിനാ സച്ചി നീ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പം, അതെ, ശ്രുതിയുടെ സാധനങ്ങൾക്ക് ശ്രുതി വേണം പൈസ കൊടുക്കാനായിട്ട്. എനിക്ക് അവൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇതിനിടയിൽ കയറി വലിയ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ദേ നിൻ്റെ ഈ ഭാര്യ വാങ്ങിച്ച സാധനങ്ങളുടെ പൈസ ഇങ്ങ് തന്നേര്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചുണ്ടാക്കുന്നതാ. അത് നിൻ്റെ പെണ്ണുപിള്ളയ്ക്ക് പൊടിച്ചു കളയാനുള്ളതല്ല എന്ന് സച്ചി നല്ല മറുപടി കൊടുക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ, അതെ, ഇപ്പം ഈ വാങ്ങിയ സാധനങ്ങളുടെ പൈസ ഞാനങ്ങ് തന്നേക്കാം, അപ്പം നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരുവല്ലോ എന്നും പറഞ്ഞ് ശ്രുതി വലിയ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, ഞാനത് വേണ്ടാന്നൊന്നും പറയില്ല. കാര്യം രാപ്പകലോളം കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചുണ്ടാക്കുന്ന കാശാ പെങ്ങളെ. ഇതിങ്ങനെ പൊടിച്ചു കളയാനില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിന്റെ കെട്ടിയോൻ ദേ നിൽക്കുന്നുണ്ടല്ലോ, അവൻ വാങ്ങി തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രവിയൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്, സച്ചിയടാ, അവൾ ആദ്യമായിട്ട് വാങ്ങിച്ചതല്ലേ, ആ പൈസ പോട്ടെ, നീ എന്തായാലും അത് വാങ്ങാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ശ്രുതി അവിടെ വെച്ച് തന്നെ സച്ചിക്ക് കൊടുക്കാനുള്ള പൈസ മൊത്തം അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയമാണെങ്കിലും ഇങ്ങനെ നീ പൈസയൊക്കെ തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ നീ പൈസ തരുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ പറ്റിച്ച് ഇവനൊരു 50 ലക്ഷം രൂപ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടി ഇങ്ങോട്ട് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതെ, എനിക്ക് അനുഭവിക്കേണ്ട തുകയാണെന്നൊക്കെ സച്ചി പറയുകയാണ്. ഈ സമയത്ത് ശ്രുതിക്ക് ശരിക്കും ദേഷ്യം വന്നു. ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, ഇനി മുതൽ എല്ലാ മാസവും നമ്മൾ സച്ചി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ഈ വീട്ടിലേക്ക് ഇറക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല. ആ സച്ചി ഇത്രയും വർത്തമാനമൊക്കെ പറഞ്ഞപ്പം ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയില്ലല്ലോ. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കിയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് ഭയങ്കര വിഷമത്തിൽ ശ്രുതി ഇങ്ങനെ സംസാരിക്കുക. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര റൂമിലേക്ക് വന്നു. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോൾക്ക് വിഷമമായോ? സാരമില്ല മോളെ, അവൻ അതുപോലെയുള്ള ഒരുത്തനാണ്, വാപോയ കോടാലിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെക്കുറിച്ച് കുറ്റം പറയുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറഞ്ഞു, ആൻറ്റി ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ടല്ലോ
ഇനി മുതൽ ഈ സച്ചി തരുന്നതിൻ്റെ ഡബിൾ പൈസ ഞാനും സുധിയും കൂടി തരും. ഇപ്പം ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചു, ജോലി പോയ സുധി എവിടെ നിന്ന് കാശ് തരാനാണ്. അങ്ങനെ ചന്ദ്രയും പുന്നാര മോൻ സുധിയും കൂടി പരസ്പരം നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ ദാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്